ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്ന് 77ാമത്തെ പേജിലെ നമ്മുടെ ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വയറൽ എന്ന് പറയുന്ന കവിതയുടെ 5ാമത്തെ ചോദ്യം ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് മാച്ച് വിത്ത് ദ തീം ഓഫ് ദ പോയം? ഈ അടിയിൽ കൊടുത്തിട്ടുള്ള 4 സെൻറ്റൻസുകളിൽ ഏതാണ് നമ്മുടെ ഈ കവിതയുടെ വിഷയത്തോട് യോജിക്കാത്തത് എന്നാണ്, അത് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എവറി ക്രിയേച്ചർ ഇൻ ദ വേൾഡ്, നമ്മുടെ ഭൂമിയിലുള്ള ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും, ബിഗ് ഓർ സ്മാൾ, ചെറുതാവട്ടെ വലുതാവട്ടെ, ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്, അവയ്ക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ കവിതയുടെ തീമിനോട്, വിഷയത്തോട് യോജിക്കുന്നതാണ് അല്ലേ. 2ാമത്തേത് വായിച്ചു നോക്കാം. ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ ഇൻഡിവിജ്വൽ ടാലൻസ്. ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ ഇൻഡിവിജ്വൽ ടാലൻസ്. ആണാകട്ടെ പെണ്ണാകട്ടെ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അത് നമ്മുടെ കവിതയോട് യോജിക്കുന്നതാണ്. 3ാമത്തേത് എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും, ഹാസ് എ റോൾ ഓഫ് ഇറ്റ്സ് ഓൺ, അവയ്ക്ക് അവയുടേതായിട്ടുള്ള കടമകളുണ്ട്. നത്തിങ് ഈസ് ഗ്രേറ്റർ, ഒന്നും വലുതല്ല, ഓർ ലെസ് ദാൻ എനി അതർ, മറ്റുള്ളവയേക്കാൾ ചെറുതുമല്ല. അത് നമ്മുടെ കവിതയോട് യോജിക്കുന്നതാണ്. 4ാമത്തേത്, അവസാനത്തേത്, ദ മൗണ്ടെയിൻ റിക്വസ്റ്റ് ഫോർ ദ സ്ക്വയറൽസ് ഹെൽപ്പ്, നമ്മുടെ പർവ്വതം അണ്ണാൻ്റെ സഹായം തേടി എന്നർത്ഥം. അത് നമ്മുടെ കവിതയുടെ ആശയത്തോട് യോജിക്കാത്തതാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ഉത്തരം. ഇനി ആക്ടിവിറ്റി 1, 1ാമത്തെ ആക്ടിവിറ്റി, ഫിൽ ഇൻ ദ കോളംസ് വിത്ത് അപ്രോപ്രിയേറ്റ് എക്സ്പ്രഷൻസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ഈ കോളം, സ്ക്വയറൽ എന്ന് പറയുന്നതും മൗണ്ടെയിൻ എന്ന് പറയുന്ന ഈ 2 കോളം എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റിലുള്ള യോജിച്ചവയെ കൊണ്ട് നിറക്കുക. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. വെരി ബിഗ്, അതേതാണ്? വെരി ബിഗ്, വളരെ വലുത്. അത് ഏതിനോട് യോജിച്ചതാണ്? മൗണ്ടെയിൻ ആണ് വലുത്. അപ്പോൾ ഇവിടെ വെരി ബിഗ്. അതുപോലെ സ്മോൾ, അത് സ്ക്വയറൽ അല്ലേ, അത് അണ്ണാനോട് യോജിച്ചതാണ്. അണ്ണാനാണല്ലോ ചെറുത്, പർവ്വതം വലുതുമാണ്. ഇനി ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ദ ബാക്ക്, എന്താണ്? അവയ്ക്ക് മുകളിൽ എന്ത് ചെയ്യും? കാടിനെ ചുമക്കാൻ കഴിയും, ഫോറസ്റ്റിനെ ചുമക്കാൻ കഴിയും. അതാർക്കാണ്? അത് മൗണ്ടെയിൻ ആണ് കഴിയുക അല്ലേ. അപ്പം ഇനി അടുത്തത് ക്യാൻ ക്രാക്ക് എ നട്ട്, അതാർക്കാണ് കഴിയുക? സ്ക്വയറലിന്. ഓക്കെ, അപ്പോൾ ഇതുപോലെ യോജിച്ചത് ഇതിൽ ചേർത്ത് എഴുതി നിങ്ങൾ ആക്ടിവിറ്റി 1 എഴുതുക. ആക്ടിവിറ്റി 2, റീഡ് ദ ലാസ്റ്റ് 4 ലൈൻസ് ഓഫ് ദ പോയം. ഈ കവിതയുടെ അവസാനത്തെ 4 വരികൾ നിങ്ങൾ വായിക്കുക. എ വെരി പ്രിറ്റി സ്ക്വയറൽ ട്രാക്ക്, ടാലൻസ് ഡിഫർ, ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ്സ് ഓൺ മൈ ബാക്ക്, നെയ്തർ ക്യാൻ യു ക്രാക്ക് എ നട്ട്. ഇൻ ദ ഫസ്റ്റ് ലൈൻ, 1ാമത്തെ വരിയിൽ, the word track has the same sound as the word back in the 3rd line. ഈ 1ാമത്തെ വരിയിലെ ട്രാക്ക് എന്ന് പറയുന്ന ഈ പദത്തിന് 3ാമത്തെ വരിയിലെ ബാക്ക് എന്ന പദത്തിൻ്റെ അതേ സെയിം സൗണ്ടാണ്. ട്രാക്ക്, ബാക്ക് അല്ലേ. അവസാനത്തെ സൗണ്ട് എന്താണ്? ഖ് എന്ന് പറയുന്ന സൗണ്ടാണ് അല്ലേ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ട്രാക്ക് എന്ന് പറയുന്ന 1ാമത്തെ വരിയിൽ അവസാനത്തെ പദവും ബാക്ക് എന്ന് പറയുന്ന 3ാമത്തെ വരിയിൽ അവസാനത്തെ പദവും ഒരുപോലെ സൗണ്ട് ഉള്ളതാണ് അല്ലേ. ട്രാക്ക്, ബാക്ക്. ദ വേർഡ് ട്രാക്ക് റൈംസ് വിത്ത് ദ വേർഡ് ബാക്ക്. ഇവിടെ ട്രാക്ക് എന്ന പദവും ബാക്ക് എന്ന് പറയും റൈമിംഗ് വേർഡ്സുകളാണ്. പിക്ക് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. നമ്മുടെ കവിതയിൽ നിന്ന് കൂടുതൽ റൈമിംഗ് വേർഡ്സുകൾ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കവിതയിലുള്ളത് സ്ക്വയറൽ, ക്വയറൽ അല്ലേ. സ്ക്വയറൽ, ക്വയറൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവിടെ 1ാമത്തെ
വരിയിൽ ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വയറൽ എന്ന് പറയുന്ന ആ വരിയിൽ അവസാനം സ്ക്വയറൽ എന്നതും ഹാഡ് എ ക്വരൽ എന്നുള്ളതിൽ ക്വരൽ എന്ന പദവും സ്ക്വയറൽ ക്വരൽ. അതിനുശേഷം പ്രിഗ് ബിഗ്, പ്രിഗ് ബിഗ്. എല്ലാ പദത്തിൻ്റെയും അവസാന സൗണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് നമ്മൾ പറഞ്ഞു ട്രാക്ക് ബാക്ക്. ട്രാക്ക് എന്നതിൻ്റെ അവസാനത്തെ സൗണ്ട് ക എന്നതും ബാക്ക് എന്നതിൻ്റെ ക എന്ന സൗണ്ടാണ്. അതുപോലെ സ്ക്വയറൽ, ക്വരൽ രണ്ടിൻ്റെയും എൽ എന്ന സൗണ്ടിലാണ് അവസാനിക്കുന്നത്. പ്രിഗ് ബിഗ് ഗ എന്ന സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അതുപോലെ ഇയർ, സ്ഫിയർ റ് എന്ന സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആക്ടിവിറ്റിയും അതുപോലെ എഴുതുക. ഇനി ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3ൽ റീഡ് ദ ഫോളോവിങ് ലൈൻസ് ഫ്രം ദ പോയം. കവിതയിൽ നിന്നുള്ള ഈ അടിയിലുള്ള 2 വരികൾ നിങ്ങളൊന്ന് വായിക്കുക. ദ മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വയറൽ ഹാഡ് എ ക്വരൽ ആൻഡ് ദ ഫോമർ കോൾഡ് ദ ലേറ്റർ ലിറ്റിൽ പ്രിഗ്. എന്താണ് വിഷയം നമുക്ക് വായിച്ചു നോക്കാം. ഇൻ ദ തേർഡ് ലൈൻ, മൂന്നാമത്തെ വരിയിൽ ദ സൗണ്ട് ൽ ഈസ് റിപ്പീറ്റഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്സ്. അല്ലേ? ഈ മൂന്നാമത്തെ വരിയിൽ ഇൽ എന്ന് പറയുന്ന സൗണ്ട് പദങ്ങളുടെ മുമ്പിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പദങ്ങൾ? ലേറ്റർ, ലിറ്റിൽ. മനസ്സിലായല്ലോ? മൂന്നാമത്തെ വരിയിൽ ലേറ്റർ എന്നുള്ളതിലും ലിറ്റിൽ എന്ന പദവും തുടങ്ങുന്നത് ല് എന്ന സൗണ്ട് കൊണ്ടാണ്. ൽ എന്ന സൗണ്ട് കൊണ്ടാണ്. മനസ്സിലായല്ലോ? ല് എന്ന് പറയുന്ന സൗണ്ട് കൊണ്ട്. ലേറ്റർ, ലിറ്റിൽ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അലിറ്ററേഷൻ. ഒരു കവിതയുടെ ഒരു വരിയിൽ ഇതുപോലെ കോൺസണൻസ് സൗണ്ടുകൾ കൊണ്ട് തുടങ്ങുന്ന, ഒരേ കോൺസണൻസ് സൗണ്ടുകൾ കൊണ്ട് തുടങ്ങുന്ന 2 പദങ്ങളുണ്ടായാൽ അതിന് അലിറ്ററേഷൻ എന്നാണ് പറയുക. മനസ്സിലായല്ലോ? കോൺസണൻസ് സൗണ്ട്, വവൽ സൗണ്ട് നമുക്കറിയാം. വവൽ സൗണ്ട് ഏതൊക്കെയാണ്? എ, ഐ, ഒ, യു. ഇവയല്ലാത്തത് മുഴുവൻ സൗണ്ടുകളും കോൺസണൻസ് സൗണ്ടുകളാണ്. അപ്പോൾ ഇവിടെ വന്ന കോൺസണൻസ് സൗണ്ട് ൽ എന്ന സൗണ്ടാണ്. ലേറ്റർ എന്നതും ലിറ്റിൽ എന്നതും. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒരു കവിതയുടെ ഒരു വരിയിൽ കോൺസണൻസ് സൗണ്ടുകൾ കൊണ്ട് തുടങ്ങുന്ന 2 പദങ്ങൾ ഉണ്ടായാൽ അതിനെന്താ പറയുക? അലിറ്ററേഷൻ എന്നാണ് പറയുക. ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. മറ്റു ഉദാഹരണങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ. മൈ ലവ്സ് എ റെഡ് റോസ്. ഈ വരിയിൽ, ഇൻ ദിസ് എക്സാമ്പിൾ, ഈ ഉദാഹരണത്തിൽ ർ സൗണ്ട് ഈസ് റിപ്പീറ്റഡ് 3 ടൈംസ്. ർ എന്ന് പറയുന്ന സൗണ്ട് 3 തവണ ആവർത്തിച്ചു വന്നു. എവിടെയൊക്കെയാണ്? റെഡ് എന്നുള്ളവിടത്തും, അത് കഴിഞ്ഞിട്ട് കോമ കഴിഞ്ഞ് റെഡ് എന്ന് വീണ്ടും വന്നു. പിന്നെ റോസ്. ഈ റ് എന്ന് പറയുന്ന സൗണ്ട് 3 തവണ ആവർത്തിച്ചു വന്നു ഈ ഒരൊറ്റ വരിയിൽ. ഇതിനാണ് നമ്മൾ കോൺസണൻസ്. ഇതുപോലെ ല് എന്ന് പറയുന്ന സൗണ്ടും റ് എന്ന് പറയുന്ന സൗണ്ടും ഒക്കെ കോൺസണൻസ് സൗണ്ടുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതുപോലെയുള്ള കോൺസണൻസ് സൗണ്ടുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വരുന്ന ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അലിറ്ററേഷൻ എന്നുള്ളത്. നൗ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ വേർഡ്സ് ദാറ്റ് എക്സാമ്പിൾസ് ഫോർ അലിറ്ററേഷൻ ഫ്രം ദ ലാസ്റ്റ് 4 ലൈൻസ് ഓഫ് ദ പോയം. നമ്മുടെ കവിതയുടെ അവസാനത്തെ വരിയിൽ നിന്നും നിങ്ങളിതുപോലെ അലിറ്ററേഷനുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് കണ്ടെത്തുക. അവസാനത്തെ വരി നമുക്കറിയാം. കവിതയുടെ അവസാനത്തെ വരികൾ ഏതൊക്കെയാണ്? എ വെരി പ്രറ്റി സ്ക്വയറൽ ട്രാക്ക്. അല്ലേ? ഇവിടെ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? പിന്നെയോ ടാലൻസ് ഡിഫർ ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. ഇവിടെ വ് എന്ന് പറയുന്ന വെൽ എന്നുള്ളതിലും ഈ വരിയിൽ വെൽ എന്നതും വൈസ്ലി എന്നുള്ള 2 പദത്തിലും തുടങ്ങുന്ന സൗണ്ട് വെൽ, വ് എന്ന് പറയുന്ന വൈസ്ലി, വ് എന്ന സൗണ്ടാണ് ഇവിടെ 2 ഭാഗത്തും തുടങ്ങുന്നത്. അപ്പോൾ ഇത് അലിറ്ററേഷൻ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക്.
കനോട്ട് എന്നതും carry, മനസ്സിലായല്ലോ. കനോട്ട് എന്നതും ഖ് എന്ന് പറയുന്ന സൗണ്ടാണ്. നെയ്തർ ക്യാൻ യു ക്രാക്ക് എ നട്ട്, അല്ലേ? അതായത് ക്യാൻ എന്നതും ക്രാക്ക് എന്നതും ഖ് എന്ന് പറയുന്ന സൗണ്ട്, മനസ്സിലായല്ലോ. ഓക്കെ, അതുപോലെ തന്നെ നെയ്തർ എന്നുള്ളത് ന് എന്ന സൗണ്ടും ഇവിടെ നട്ട് എന്ന് പറയുന്നത്, ഇത് രണ്ടും കോൺസണൻസ് സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്, അതുകൊണ്ട് അതും അലിട്രേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നത് എവിടെ നിന്നാണ്? ആക്ടിവിറ്റി 3 നിന്നാണ്, അല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി തയ്യാറാക്കുക. ഓക്കെ, ആക്ടിവിറ്റി 4. Write a summary of the poem choosing relevant sentences from those given below. നിങ്ങൾ എന്ത് ചെയ്യുക? റൈറ്റ് സമ്മറി ഓഫ് ദ പോയം. ഈ കവിതയുടെ ഒരു ഒരു ചുരുക്ക രൂപം നിങ്ങൾ എഴുതുക. ചൂസിങ് റെലവൻറ്റ് സെൻറ്റൻസസ് ഫ്രം ദോസ് ഗിവൺ ബിലോ. ഈ അടിയിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട സെൻറ്റൻസുകളിൽ നിന്നും തിരഞ്ഞെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സമ്മറി, കവിതയ്ക്ക് ഒരു സമ്മറി എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. The mountain and the squirrel begin a quarrel with each other. മൗണ്ടൈനും സ്ക്വയറലും അവർക്കിടയിൽ ഒരു ക്വരൽ, അല്ലേ, ഒരു തർക്കമുണ്ടായി. They quarrel because the mountain feels that it is more important. എന്താണ് തർക്കത്തിൻ്റെ കാരണം? മൗണ്ടൈന് തോന്നി താൻ വലിയതാണെന്ന്, കൂടുതൽ പ്രാധാന്യം തനിക്കാണുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം തനിക്കാണുള്ളതെന്ന് മൗണ്ടൈന്, പർവ്വതത്തിന് തോന്നി. അതാണ് വിഷയം. ദി സ്ക്വയറൽ സേസ് ദാറ്റ്, നമ്മുടെ അണ്ണാൻ പറഞ്ഞു എന്ത്? ഇറ്റ് ടേക്സ് എ ഇയർ ടു മേക്ക് ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആൻഡ് വെദർ, അല്ലേ? എല്ലാവിധത്തിലുമുള്ള വസ്തുക്കളും എല്ലാവിധത്തിലുമുള്ള കാലാവസ്ഥകളും ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് ഒരു വർഷമുണ്ടാകുന്നതും അതുപോലെ ഭൂമി ഉണ്ടാകുന്നതും എന്ന് നമ്മുടെ അണ്ണാൻ പറഞ്ഞു. The squirrel says that he is quicker than the mountain. നമ്മുടെ അണ്ണാൻ പറഞ്ഞു താനാണ് പർവ്വതത്തെക്കാളും വേഗത കൂടിയ ആൾ. The mountain has got many trees on it. നമ്മുടെ പർവ്വതത്തിൽ കുറേ മരങ്ങളുണ്ട്. The squirrel says the mountain is wise. നമ്മുടെ അണ്ണാൻ പറഞ്ഞു മൗണ്ടൻ ആണ്, പർവ്വതമാണ് ബുദ്ധിമാൻ, ജ്ഞാനി. The squirrel is grateful to the mountain. നമ്മുടെ അണ്ണാൻ വളരെ നന്ദിയുള്ളവനാണ്. ആരോട്? ഈ പർവ്വതത്തോട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഗിവിങ് ഹിം, അവന് നൽകിയത് കാരണമായിട്ട്. എ പാത്ത് ടു മൂവ് അലോങ്, പർവ്വതത്തിന് മുകളിലൂടെ സഞ്ചരിക്കാൻ ഒരു വഴി നൽകിയതിനു വേണ്ടി. ദ പോയം ടെൽസ് us, ഈ കവിത നമ്മോട് പറയുന്നത്, that everyone has his or her own talent. ഓരോ ആണാകട്ടെ പെണ്ണാകട്ടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ആൻഡ് ഹെൻസ്, അതുകൊണ്ട് തന്നെ everyone has a contribution to make. എല്ലാവർക്കും ഒരു എന്താണ് പറയുക, സംഭാവന, ഈ ലോകത്തിന് പല സംഭാവനകൾ നൽകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സമ്മറി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. The Mountain and the Squirrel is a beautiful poem written by Ralph Waldo Emerson. The Mountain and the Squirrel എന്ന് പറയുന്ന ഈ വർണ്ണാഭമായ സുന്ദരമായ കവിത എഴുതിയിട്ടുള്ളത് റാഫ് വാൾഡോ എമേഴ്സൺ എന്ന് പറയുന്ന കവിയാണ്. The poem begins with a quarrel by 2 characters, mountain and squirrel. ഈ കവിത തുടങ്ങുന്നത് പർവ്വതവും അണ്ണാനും തമ്മിലുള്ള തർക്കത്തിലൂടെയാണ്. The reason for the quarrel is that the mountain feels that it is more important than the squirrel. ഈ തർക്കത്തിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ പർവ്വതത്തിന് താനാണ് ഈ സ്ക്വയറലിനേക്കാൾ, അണ്ണാനേക്കാൾ ഇമ്പോർട്ടൻ്റ്, പ്രാധാന്യമുള്ള വ്യക്തിയെന്ന് തോന്നിയത് കാരണമാണ്. The squirrel says that നമ്മുടെ ഈ അണ്ണാൻ പറഞ്ഞു, it takes a year to make all sorts of things and weather. ഒരു വർഷം പൂർണ്ണമാകാൻ അല്ലെങ്കിൽ ഒരു വർഷം ഉണ്ടാകാൻ എല്ലാവിധ കാലാവസ്ഥകളും എല്ലാവിധ വസ്തുവകകളും ഒരുമിച്ച് വന്നാലേ അതിന് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. He also says that he is quicker than a mountain.
നമ്മുടെ ഈ സ്ക്വരൽ അണ്ണാൻ പറഞ്ഞു താനാണ് പർവ്വതത്തേക്കാൾ വേഗത കൂടിയ ആൾ. ദ സ്ക്വരൽ സേസ് ദ മൗണ്ടെയിൻ ഹാസ് ഗോട്ട് മെനി ട്രീസ് ഓൺ ഇറ്റ്. നമ്മുടെ സ്ക്വരൽ പറയുകയാണ്, എന്ത്, അണ്ണൻ പറയുകയാണ് നമ്മുടെ പർവ്വതത്തിന് അതിൻ്റെ മുകളിൽ കുറേ മരങ്ങളുണ്ട്. ആൻഡ് ഹീ ഈസ് ഗ്രേറ്റ്ഫുൾ ടു ദ മൗണ്ടെയിൻ ഫോർ ഗിവിങ് ഹിം എ പാത്ത് ടു മൂവ് അലോങ്. മാത്രമല്ല നമ്മുടെ അണ്ണാൻ പർവ്വതത്തോട് വളരെ നന്ദിയുള്ളവനാണ്. ആ പർവ്വതം തനിക്ക് നടന്നു പോകാനുള്ള വഴി ഒരുക്കിയതിന് വേണ്ടിയിട്ട്. The poem gives us a good message that everyone has his or her own talent and hence everyone has contribution to make. അപ്പോൾ ഈ കവിത നമുക്ക് തരുന്നത് നല്ലൊരു മെസ്സേജാണ്. എന്താണ് മെസ്സേജ്, ആശയം? Everyone has his or her, ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവർക്കും her own talent, അല്ലേ? അവർക്ക് അവരുടേതായിട്ടുള്ള, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ആൻഡ് ഹെൻസ് അതുകൊണ്ട് തന്നെ everyone has a contribution to make. എല്ലാവർക്കും ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവന ഈ ലോകത്തിന് ചെയ്യാൻ കഴിയും. അപ്പോൾ ആരെയും ചെറുതായി കാണണ്ട, വലുതായി കാണണ്ട. താൻ വലുതാണെന്ന് ആരും വിചാരിക്കേണ്ട, മറ്റുള്ളവർക്ക് നിസ്സാരക്കാരാണെന്നും ആരും വിചാരിക്കേണ്ട. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നാണ് ഈ ഒരു സമ്മറിയിലൂടെ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.